വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഐ ആം ഷിഫാന, എൻ്റെ ഹസ്ബൻഡ് അജ്മൽ. അപ്പം ഞാൻ ബേസിക്കലി ഏറ്റുമാനൂരാണ് എൻ്റെ വീട്. ഞാൻ മാരീഡ് ടു കൂട്ടിക്കൽ. അപ്പോൾ എവിടെയും നമ്മൾ ഇന്ന് പാഞ്ചാലിമേട് വന്നേക്കുവാണ്. നിങ്ങൾ ഹൈ റേഞ്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഹൈ റേഞ്ച് സ്റ്റോറീസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഗൈസ്, ഞങ്ങൾ ഇന്ന് പണിമുടക്കല്ലേ, അപ്പം നമ്മുടെ ഷോപ്പിനൊക്കെ അവധിയാണ്. അപ്പം നമ്മൾ ചുമ്മാ കറങ്ങാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം പരുന്തുംപാറ പോകാമെന്ന് വിചാരിച്ചേ, പക്ഷേ അത് നമ്മൾ മാറ്റി. നമ്മുടെ കമ്പനിക്കാരൊന്നുമില്ല, അത് അബിക്കായ ഫാമിലി ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പാഞ്ചാലിമേട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പ്ലസന്റ് ക്ലൈമറ്റ് ആണ്. ഹോപ്പ് അവിടെ ചെന്ന് മഞ്ഞൊക്കെ ഉണ്ടാവുന്നു. മഴയൊന്നും ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, മഞ്ഞുണ്ടാവും വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കൂടെ കമോൺ അല്ലേ. പാഞ്ചാലിമേട് റോഡിലോട്ട് നമ്മൾ കയറി. എല്ലാവരും ഇങ്ങോട്ടാണ് തിരിഞ്ഞേക്കുന്നത്, കാരണം എല്ലാവർക്കും ഒരു പേടിയാണ്. ഹർത്താലല്ലേ, ആരും ഇല്ലെന്നോർത്ത് എല്ലാവരും ഈ പാഞ്ചാലിമേട് എന്നാലും എല്ലാം മെയിനായിട്ട് എന്നാലും എല്ലാവരും പാഞ്ചാലിമേട് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളും കയറി ഗൈസ്, മൊത്തം പച്ചപ്പാട്, മഴയുള്ളതുകൊണ്ട് ഫുള്ള് ഗ്രീനിഷ് ആയിട്ടിരിക്കുക. ഞാൻ കുറെ നാള് കഴിഞ്ഞിട്ടാണ് പാഞ്ചാലിമേട് വരുന്നത്. ലാസ്റ്റ് ഫാമിലി ഒക്കെ ആയിട്ട് പാഞ്ചാലിമേട് 6:30 വരെ എന്തോ ഉള്ളൂ. നമുക്ക് ലെറ്റ്സ് സീ. പിന്നെ മറ്റേ എൻട്രി ടിക്കറ്റ് ഒക്കെ ഇല്ല, അതുകൊണ്ട് ഇന്ന് തുറക്കോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് നോക്കാം. കൊടുങ്കാറ്റാണ് ഗോയ്സ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്ക്, നമ്മുടെ കോടമഞ്ഞിൻ. ഓ ഹായ്, കോടമഞ്ഞിൻ നമ്മുടെ വഴി. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പാഞ്ചാലിമേട് ഇന്ന് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടം വരെ വന്നല്ലേ, അവിടം വരെ പോയേക്കാന്ന് വിചാരിച്ചു. ഒരു കുരിശുണ്ട്, അകത്തേക്ക് നല്ല ഭംഗിയാണ്. ചുമ്മാ നടക്കാനും നല്ല. പിന്നെ എപ്പോഴും ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഇതിന് മുന്നേ എപ്പോഴാണ് പാഞ്ചാലിമേട് വന്നിട്ടുള്ളത്? കഴിഞ്ഞ മാസമോ? ആരുടെ കൂടെ? ചുമ്മാ പറയുന്നതാണ്, ചുമ്മാ തള്ളല. ഇവർക്കൊക്കെ ഇതൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ഇവരധികം വരാറില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സ്ഥലമുണ്ടോ നോക്കാം. കുട്ടിക്കാനമുണ്ട്, പരുന്തുംപാറയുണ്ട്, അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോവാം. ഓക്കെ, കം വിത്ത് us. അല്ല, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടിക്കറ്റ് വെച്ചല്ലല്ലോ കയറണേ, അല്ലല്ലോ. ലെറ്റ്സ് സീ, നോക്കാമല്ലോ. നമ്മൾ അബിക്കാനെ ഫാമിലിനെയൊക്കെ വിളിച്ചാണ് ഗോയ്സ്. അബിക്കാക്കൊക്കെ ക്ഷീണമാന്ന് പറഞ്ഞു, അവരൊന്നും വന്നില്ല. അപ്പം നമ്മൾക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു the next place. ഏതാ വെച്ചുക്ക? വെയിലുണ്ട്, മഞ്ഞുണ്ട്. കുട്ടിക്കാനം വരെ പോവാം. കുട്ടിക്കാനത്ത് മറ്റേ അമ്മച്ചിയുടെ ചായക്കടയിൽ അവിടെ പോയാലോ? ഒന്ന് ഫോർവേഡ് പോയേ. ഫൈനലി കുട്ടിക്കാനം എത്തി. ഐ ലവ് കുട്ടിക്കാനം. കുതിരയാ, കഴുതയല്ല. ഇത് കുതിരയാണ്, കഴുതയാണ്. ഇതെപ്പോഴും ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ വന്നപ്പോഴും കണ്ടു. ഇത് നമ്മുടെ മരീൻ കോളേജിൻ്റെ ഒരു പാർട്ടാണ് ഗോയ്സ്. കുട്ടിക്കാനം എന്ന് പറയുമ്പോഴേ എല്ലാവരും മരീൻ കോളേജിൽ നിന്നാണല്ലോ, അങ്ങനെയാണല്ലോ. അങ്ങനെ മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സൈഡിൽ കൂടെ നമ്മൾ എങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ടെന്നറിയാതെ യാത്ര ചെയ്യുകയാണ്. നമ്മളങ്ങനെ തേയിലയിൽ കയറാൻ
ടേലയിൽ താഴേക്ക് പോകുമ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭയങ്കര ആംബിയൻസ്, നല്ല അടിപൊളി ആംബിയൻസാണ്. ഇത് ഇവരുടെ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലാണ്. വലിയ സുഖമൊന്നുമില്ല, ഇവിടെ ഒന്നും ഒരു ഐറ്റംസും ഇല്ല. ഓപ്പൺ ആണോ? താഴത്ത് ഓപ്പൺ ആണോ? അല്ല, ഓപ്പൺ അല്ല. ഓപ്പൺ അല്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ ടേലർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല. ഇപ്പോൾ താഴത്തെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ. അത് നൈറ്റ് എന്തോ ഓപ്പൺ ആവുന്നു, 7 തൊട്ട്. 6 മണി ആയതേ ഉള്ളൂ. കാണാറുണ്ട്. നമ്മൾ ഇന്നാളെ ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ കൊടുക്കും. ഇല്ല, ഞങ്ങൾ കഴിക്കാൻ വന്നിട്ട് ഇവിടെ. നമ്മളങ്ങനെ ഫൈനലി ടേലർ റെസ്റ്റോറൻറ്റിലെത്തി. ടേലയിൽ അകത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ മറ്റേ സ്റ്റേസും ഒക്കെ ഉണ്ട്, റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ വരുന്നവർക്ക് ഇങ്ങോട്ട് വരാം. കുട്ടിക്കാനത്ത് തന്നെ, കുട്ടിക്കാനത്ത് അത്യാവശ്യം ഏറ്റവും നല്ല റിസോർട്ടാണിത്. അവിടെ എൻട്രി റെസ്റ്റോറൻറ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കയറും. എനിക്ക് അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല. അവർ നമ്മളോട് പറയും ഇറങ്ങിപ്പോവാൻ, അപ്പം നമ്മൾ ഇറങ്ങിപ്പോവില്ല. അതുവരെ നമ്മൾ ഇതിൽ കൂടെ നടക്കുക. വാ, നമുക്ക് ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് അജുക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ മടിയാണ്. പക്ഷെ എനിക്കങ്ങനെ മടിയൊന്നുമില്ല. അതുകൊണ്ട് അജുക്കാരെ നൈസായിട്ട് പറഞ്ഞ് ഇറക്കുക. വാ, താഴെ പോയി കാണാം. ഇവിടെ വാട്ടർഫോളിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. വൈബ് ഉണ്ട് കേട്ടോ സ്ഥലം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. നല്ല തണുപ്പുണ്ട് അല്ല അജുക്ക? നല്ല തണുപ്പില്ലേ? ഗസ്റ്റ് ഉള്ളിന്ന് വെണ്ടയ്ക്ക മുഴുപ്പിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കിവിടെ ഗസ്റ്റായിട്ട് വരേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട് ഇവിടെ അടുത്താണ്. ലെറ്റ്സ് സീ. ഓക്കെ, ഹായ് വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ നല്ല സ്റ്റേ ആണ്. കുട്ടിക്കാനത്ത് സ്റ്റേ നോക്കുന്നുള്ളവർ എല്ലാം ഇങ്ങോട്ട് വരിക. ടേലർ റെസ്റ്റോറൻറ്റ്, ടേലർ റിസോർട്ട്. അവരുടെ തന്നെ റിസോർട്ടും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനും ഇവിടെ വരാം. വുഡൻ ഷാലറ്റ് ആണ്. നമുക്ക് താഴോട്ടൊന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, താഴോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. കാലിന് മേല എന്നാലും. വാവ്, നോക്കിക്കേ, ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്താൽ നൈസായിരിക്കും കേട്ടോ. വേണ്ട, ഇതാണ് ഇവരുടെ കോട്ടേജ് വരുന്നതൊക്കെ. ഡീറ്റെയിൽസൊക്കെ ഇൻസ്റ്റഗ്രാമിലോ ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മളിവിടെ ആദ്യമായിട്ടാണ് താഴോട്ടൊക്കെ ഇറങ്ങി വരുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം പാഞ്ചാലിമേടൊന്നും പോയിട്ട് നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു വന്നു. കാരണം അവിടെ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് നല്ലതായിരുന്നു. എന്നാലും നമുക്ക് ചായ കുടിക്കാൻ പോലെ അവിടെ ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചെത്തി. നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി നമ്മുടെ അബിക്കാന റസമോളയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പൂസർ ചായ കയറാൻ പോവാം. ചായ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം നേരെ. ഓക്കെ, നീ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. ഇതെന്താ ബൂസ്റ്റ് ക്യാപ്പുച്ചിനോ? നീ പോയി അവരോട് പറഞ്ഞോടോ ഫാസ്റ്റ് ആക്കാൻ? അങ്ങനെ പറഞ്ഞോ? നമ്മളപ്പോൾ മീനിനെ നോക്കാൻ പോവാണ്. അക്വാറിയത്തിലിടാൻ നമ്മൾ മീനിനെ നോക്കാൻ പോവാണ്.
എത്ര ആ കുഞ്ഞുമോളോ? നമ്മൾ ഗോൾഡൻ ഫിഷിന് കമ്പനിക്കാരനെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അടുത്ത വ്ലോഗുമായി കാണാം. Okay, bye. See you.